നമ്മളുണ്ടാക്കിയതാണ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ടൊരു കടലമിഠായിയാണ്. അപ്പോൾ ഇതിനാവശ്യം നമ്മൾ വറുത്ത കടല എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ 170 ഗ്രാം കടലയ്ക്ക് 90 ഗ്രാം പഞ്ചസാരയാണ് വേണ്ടത്. അപ്പം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ചിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം, നമ്മൾ പെട്ടെന്ന് കാരമലൈസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുക. എന്നിട്ട് നമ്മളൊരു സ്പാച്ചിൽ വെച്ചിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഇത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഒരുപാട് അങ്ങോട്ടായ പഞ്ചസാര എന്നൊരു കയ്പ്പ് രസം വരും. അപ്പോൾ അത് കടലമിഠായിയുടെ ഫ്ലേവർ മാറിപ്പോവും. അപ്പോൾ സിമ്മിലിട്ടിട്ട് നമ്മൾ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഒരു വലിയ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ്. അപ്പോൾ ഇത് രണ്ടും ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടലമിഠായി പെട്ടെന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ അപ്പം തന്നെ നമ്മളെ കടലി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം അത് പഞ്ചസാര ഇതുവരെ വേഗം സെറ്റിലാവും. നമ്മളൊരു അലുമിനിയം ഫോയിലിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലോ കുറച്ച് എണ്ണയോ നെയ്യോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ മിക്സ്ചർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല കട്ടിയായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗ്ലാസ് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടിപ്പോൾ നമ്മൾ കടലമിഠായി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികളൊക്കെ വാശി പിടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറുമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും.